നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാൽപ്പാറയിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ അന്ത്യനിമിഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ അവർ നേരത്തെ ആയിരുന്ന സാഹചര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോകളൊക്കെ പുറത്തു വരുന്നത് വലിയൊരു നൊമ്പരമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ വാഹനത്തിൽ അവർ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ അവർ വാഹനത്തിൽ ആഘോഷത്തോടെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. അത് പ്രിയപ്പെട്ടവർക്ക് പങ്കുവച്ചിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവർ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. അതെല്ലാം വളരെ വേദനയായി മാറുകയാണ്. വളരെ സന്തോഷത്തോടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു അവർ. അത് വളരെ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നൊമ്പരമായി മാറുകയാണ് ആശ ടീച്ചർ. പാങ് സ്കൂളിലെ 1ാം ക്ലാസ്സുകാരനായ അജുവിൻ്റെ അമ്മയാണ് ആശ ടീച്ചർ. സാധാരണയായി എല്ലാ യാത്രകളിലും മകൻ അജുവിനെ കൂടെ കൂട്ടാറുള്ള ടീച്ചർ എന്തിനോ വേണ്ടി ഈ യാത്രയിൽ മകനെ കൂട്ടിയില്ല. അമ്മയുടെ കൈ പിടിച്ച് വാൽപ്പാറയിൽ ഹെയർപിൻ വളവുകൾ കാണാൻ അവൻ പോയില്ല. പക്ഷെ അമ്മയുടെ വിയോഗം ആ കുട്ടിയെ വളരെയധികം വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. ടീച്ചറുടെ മനോഹരമായ ചിരി, സ്നേഹം, ഈണം ഒന്നും ഇനി ഈ കുട്ടികൾക്ക് തിരിച്ചു കിട്ടില്ല എന്നത് വലിയൊരു വേദനയായി മാറുന്നുണ്ട്. ദുരന്തം കവർന്നെടുക്കുന്നവരുടെ വീഡിയോകളൊക്കെ അവർ മുൻപേ ആയിരുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ആശ ടീച്ചറും നേരത്തെ ഒരു യാത്ര പോയപ്പോൾ ആ വാഹനത്തിലിരുന്ന് പാടിയ പാട്ടിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ട്. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ നമ്മൾ നെയ്യും വസന്തം മായരുതെങ്ങും എന്ന വരികൾ പാടി അവസാനിപ്പിക്കുന്ന ആ ഒരു പാട്ടിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വരുന്നു. അത് വലിയൊരു വിങ്ങലായി മാറുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് പേർ അവരുടെ നമുക്കറിയാം ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം അവർക്ക് എല്ലാവർക്കും ഓരോ കഥകൾ, ഓരോ ജീവിതാവസ്ഥകളുണ്ട്. എന്തായാലും വലിയൊരു അപകടത്തിൽ ഇവർക്കെല്ലാം ജീവൻ നഷ്ടമായിരിക്കുന്നു. വാൽപ്പാറയിലെ 13ാം ഹെയർപിൻ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ ട്രാവലർ വാൻ അഗാധമായ താഴ്ചയിലേക്ക് മറിയുകയും 9ാം വളവിലേക്ക് പതിക്കുകയുമായിരുന്നു. അധ്യാപകർ, ജീവനക്കാർ, പാചക തൊഴിലാളിയും അടങ്ങിയ സംഘത്തിൻ്റെ വലിയൊരു ആഘോഷമാണ് വലിയൊരു ദുരന്തത്തിന് വഴിമാറിയത്. വാഹനം പൂർണ്ണമായും തകർന്നു പോയ സാഹചര്യത്തിലായിരുന്നു. 8 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഈ ട്രിപ്പ് പോയതിൻ്റെ ഫോട്ടോകളൊക്കെ അവർ സ്റ്റാറ്റസായി ഇട്ടിരുന്നു. മാത്രമല്ല ഈ സന്തോഷമൊക്കെ മറ്റുള്ളവരോട് പങ്കുവച്ചിരുന്നു. അതൊക്കെ പ്രിയപ്പെട്ടവർക്കും വലിയൊരു വേദനയായി മാറിയിരിക്കുകയാണ്. ഇനി നമ്മൾ മറ്റൊരു സംഭവത്തിലേക്ക് കൂടി പോവുകയാണ്. ഈ അപകടത്തിൽ മരിച്ചൊരു മാഷിനെ ഓർത്തെടുക്കുകയാണ് ആ നാട്ടിലെ നാട്ടുകാർ. ആ ഒരു വിവരം കൂടി നമുക്ക് നോക്കാം. ഇരു കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ലാത്ത മജീദ് മാഷ് കുട്ടികൾക്കും നാട്ടുകാർക്കും വലിയൊരു പ്രചോദനമായിരുന്നു. ഒരു അതിജീവനത്തിൻ്റെ ഉജ്ജ്വല മാതൃകയായിരുന്നു ആ മനുഷ്യൻ. അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ട് വിദ്യാർത്ഥികളോട് ജീവിതത്തിൽ പ്രകാശം വിതച്ച ഒരു അധ്യാപകൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നു മജീദ് മാഷ് എന്നാണ് ഓരോരുത്തരും നെഞ്ചുപൊട്ടി ഓർത്തെടുക്കുന്നത്. സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കുമൊക്കെ ഒരുപോലെ പ്രിയങ്കരനായ അധ്യാപകൻ. കാഴ്ചയില്ലാഞ്ഞിട്ടും സഹപ്രവർത്തകരോടൊപ്പം വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടതും ആ സൗഹൃദത്തിൻ്റെ പിൻബലത്തിലാണ്. യാത്രയിൽ ഭർത്താവിന് സഹായമാകാൻ കൂടെ പുറപ്പെട്ടതായിരുന്നു റുഗിയ. എന്നും ഭർത്താവിൻ്റെ കൈപിടിച്ച് നടന്ന റുഗിയ മരണത്തിലും ഭർത്താവിനൊപ്പം പങ്കുചേർന്നു. അന്ത്യയാത്രയിലും കൂട്ടുപിരിയാതെ ഒപ്പം പോയി. മീനാർക്കുഴി GLP സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം തുടക്കം കുറിച്ചത്. തുടർന്ന് വിവിധ സ്കൂളുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനമാണ് പാങ് GLP സ്കൂളിൽ അധ്യാപകനായി അദ്ദേഹം എത്തിയത്. ഇത് ഒരാളുടെ കഥയാണ്. ഈ മരിച്ചവർക്കെല്ലാം ഓരോ ജീവിത കഥയുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന സംഭവം മുഹൂർത്തങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഒരു നാട് ഒന്നടങ്കം കടന്നു പോകുന്നത്. കേരളം ഒന്നടങ്കം ആ ദുഃഖങ്ങളിൽ പങ്കുചേരുകയാണ്. മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ മലപ്പുറത്ത് എത്തിച്ചിട്ടുണ്ട്. പാങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം തുടങ്ങിക്കഴിഞ്ഞു. അവസാനമായിട്ടൊരു നോക്ക് കാണാൻ, വലിയൊരു ദുരന്തത്തിനിരയായവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനസാഗരമാണ് ഒഴുകിയെത്തുന്നത്. പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അർദ്ധരാത്രിയോടെ പൊള്ളാച്ചി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുലർച്ചെ 6:10 പോലീസ് അകമ്പടിയോടെ മൃതദേഹങ്ങളും വഹിച്ചുള്ള ആംബുലൻസുകൾ ആ റോഡുകളിലൂടെ ചീറിപ്പാഞ്ഞത്. തങ്ങളുടെ ഉറ്റവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി പേർ എത്തുകയാണ്. പാങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വൈകിട്ട് 5:20 വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. നാട്ടിലേക്ക് മടങ്ങവേ ചുരത്തിലെ 13ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9ാം വളവിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ സ്ഥലം. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിലാണ് ഡ്രൈവർ ഉൾപ്പെടെ 13 പേർ യാത്ര പോയത്. 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് അപകടത്തിൽ മരിച്ചത്.
മലപ്പുറം പുലമന്തോൾ സ്വദേശിയും പാങ് GLP സ്കൂളിലെ പ്രധാന അധ്യാപികയുമായ അജിത 54 വയസ്സ്, പാങ് സ്വദേശികളായ അധ്യാപകമാരായ റംല 52 വയസ്സ്, സുഗറ 43 വയസ്സ്, ആശ 41 വയസ്സ്, അധ്യാപകനായ മജീദ് 43 വയസ്സ്, മജീദിന്റെ ഭാര്യ റുഗിയ 39 വയസ്സ്, സ്കൂളിലെ ബസ് ഡ്രൈവർ നൌഷാദ് 39 വയസ്സ്, സ്കൂളിലെ പാചക തൊഴിലാളി സാജിദ 45 വയസ്സ് എന്നിവരാണ് സംഭവ സ്ഥലത്ത് മരിച്ചത്. അപകടത്തിൽ മരിച്ച അധ്യാപിക സുഹറയുടെ മകൻ ഹിഷാം പൊള്ളാച്ചി ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. അപകടത്തിൽ മരിച്ച പാചക തൊഴിലാളിയായ സാജിദയുടെ മകൻ ഷഹദീൻ മുഹമ്മദ് 11 വയസ്സ്, സ്കൂൾ ഡ്രൈവർ കുന്നക്കാവ് സ്വദേശി നൌഷാദ് അലി 39 വയസ്സ്, ടൂറിസ്റ്റ് വാന്റെ ഡ്രൈവർ മുഹമ്മദ് ഫൈസ് 22 വയസ്സ് എന്നിവർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അപകടത്തിൽ മരിച്ച ഷക്കീലയുടെ മകൾ മസ്നീനെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഷഹദീൻ മുഹമ്മദിനെ രാവിലെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡിലേക്ക് മാറ്റിയിരുന്നു. നൌഷാദ് അലി, മുഹമ്മദ് ഫൈസ് എന്നിവർ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. പരിക്കേറ്റവരെ കേരളത്തിലേക്ക് മാറ്റാനുള്ള സാഹചര്യം പരിശോധിച്ചിരുന്നുവെങ്കിലും നിലവിലെ സ്ഥിതിയിൽ യാത്ര വേണ്ട എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പുലർച്ചെ 3:30 കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘവും കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. വാളയാർ പോലീസ് സംഘവും ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട 11 വയസ്സുകാരി മസ്നീന ആ കുട്ടിയെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. ഉമ്മ ഷക്കീനയുടെ മരണവിവരം കുട്ടിയെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ആ കുട്ടിയും വളരെ നോവായി മാറിയിരിക്കുകയാണ്. അതായത് ഉമ്മ അപ്പുറത്തുണ്ട്, ഡോക്ടർമാർ ഉമ്മയെ നോക്കുകയാണ്, ഉമ്മ ഇപ്പോൾ വരുമെന്ന് ആ കുട്ടി പറയുമ്പോൾ ഉമ്മ മരിച്ചുവെന്ന് പറയാൻ ആ കുട്ടിയോട് അത് പറയാനുള്ള ധൈര്യം പോലും ആർക്കുമില്ല. ഒരു നൊമ്പരക്കാഴ്ചയായി ആ കുട്ടി മാറിയിരിക്കുകയാണ്. ടാക്സി ഡ്രൈവറാണ് മസ്നീനയെ പുറത്തെടുത്തത്. ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നിരവധി വ്യക്തികൾ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. മന്ത്രിമാരടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി മസ്നീനെ പൊള്ളാച്ചി ആശുപത്രിയിൽ എത്തി സന്ദർശിച്ചിരുന്നു. മലപ്പുറം DMOയുടെ നിർദ്ദേശപ്രകാരമാണ് മസ്നീനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആശുപത്രിയിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അനുശോചനം അറിയിച്ച് നിരവധി പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം അറിയിച്ചു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുണ്ടായ അപകടത്തെക്കുറിച്ച് അറിഞ്ഞതിലുള്ള അതീവ ദുഃഖം അറിയിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളോട് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വാൽപ്പാറയിൽ മലയാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനാപകടത്തിൽ യാത്രികർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഏറെ ദുഃഖകരമാണ്. മലപ്പുറം ജില്ലയിലെ സ്കൂൾ അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെട്ട സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അവരുടെ വിയോഗം നാടിനാകെ നികത്താനാവാത്ത നഷ്ടമാണ്. മരണമടഞ്ഞവരുടെ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർക്ക് ആവശ്യമെങ്കിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. വാൽപ്പാറ അപകടം വേദനാജനകമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അപകടമേറെ ദുഃഖമുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഏവരും പ്രതികരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ടുവെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. കാര്യങ്ങൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചുവെന്നും കോയമ്പത്തൂർ കളക്ടറും SP-യുമായി നിരന്തര സമ്പർക്കം നടത്തുന്നുണ്ടെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അനുശോചിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലാണുള്ളതെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള MP-യുമായി സംസാരിച്ച് തുടർ നടപടികൾക്കായി വേണ്ട ഇടപെടൽ നടത്തുമെന്ന് അപകടത്തിൽ അനുശോചനം അറിയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP-യും പ്രതികരിച്ചു. ഏറെ ദുഃഖകരമായ സംഭവമാണെന്നും അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമെങ്കിൽ ചികിത്സ ഉറപ്പാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ പ്രമുഖരും ഈ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു കണ്ണീർ കാഴ്ചയായി മാറുകയാണ് മലപ്പുറത്തെ പാങ് ഗ്രാമം. ആ ഗ്രാമത്തിലെ എല്ലാ മനുഷ്യരും വിതുമ്പുകയാണ്. അവർക്ക് പരിചിതമായ വളരെ സന്തോഷത്തോടെ യാത്ര പോയ ഒരു കൂട്ടം അധ്യാപകർ, അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾ, അവരൊക്കെ ചേതനയറ്റ ശരീരമായിട്ട് വലിയൊരു ദുരന്തത്തിനിരയായി നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ പോലും പലർക്കും ആകുന്നില്ല. അത്തരത്തിൽ വലിയൊരു സാഹചര്യം ഒരു നൊമ്പരമായി മാറിയിരിക്കുകയാണ്. വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അധ്യാപകർ ഇപ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ആ അധ്യാപകരുടെ, അതായത് അധ്യാപകർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കരഞ്ഞുകൊണ്ടാണ് പ്രതികരിക്കുന്നത് ആ അധ്യാപകരുടെ മരണ വാർത്തയിൽ. അപ്പോൾ എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു അധ്യാപകർ എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഒരു നാടൊന്നടങ്കം തേങ്ങുകയാണ്. ഈ ഒരു സാഹചര്യം അവർക്കൊക്കെ അതിജീവിക്കാനാകട്ടെ എന്നതാണ് ഏവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.